الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം നമ്മൾ പറഞ്ഞു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ബൽഖ എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജാവായിരുന്നു മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ഇപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്നത് മദീനത്താണ്. മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്. അപ്പൊ ബൽഖ എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജാവ് വലിയ അത്യുന്നതനായ സൂഫി വര്യനായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാവാനുള്ള കാരണം, അതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട അഭിപ്രായമാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നായാട്ടിനു വേണ്ടി തന്റെ അനുയായികളോടുകൂടെ ബന്ധപ്പെട്ട ആളുകളോടുകൂടെ കാട്ടിലേക്ക് പോയതായ സന്ദർഭം. അന്നത്തെ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വേട്ടയാടുന്ന ഒരു അധ്യായം തന്നെ കിതാബുകളൊക്കെ കാണാം. കിതാബു സയ്യിദ് വദ്ദബാഇഹ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം കാണും. ഇഹ്റാം ചെയ്ത ആളുകൾ അവർക്ക് വേട്ടയാടാൻ പാടില്ലെന്ന് കാണും. മക്കയിലെ ഹറമിൽ നിന്ന് ഒരു ജീവിയെയും ആക്രമിക്കുകയോ കൊന്നുകളയുകയോ ചെയ്യരുത്, അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ഇതൊക്കെ കിതാബുകളിൽ കാണുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വേട്ടയാടുക എന്നത് പഴയ കാലം മുതൽക്ക് തന്നെ അതൊരു ഹോബിയാണ്. ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ്. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വേട്ടയാടാൻ വേണ്ടി പോയപ്പോ കാടിന്റെ ഉൾവലത്തിൽ വെച്ച് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പരിവാരവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷി വന്ന് അതിൽ നിന്ന് ഒരു റൊട്ടി പെട്ടെന്ന് തന്റെ കൊക്കിൽ പിടിച്ചിട്ട് അത് പറന്നുപോയി. അപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ എവിടെന്ന ഈ പക്ഷി വന്നത്, ഈ പക്ഷി എവിടെന്ന് വന്നു? ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണത്തിൽ നിന്നിട്ട് അല്പം എടുത്തിട്ട് അത് എവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ പക്ഷി പോയ സ്ഥലത്തേക്ക്, ആ ദിശയിലേക്ക് തന്റെ കുതിരയെ പായിപ്പിച്ചു. വളരെ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കുതിരപ്പുറത്ത് കയറിയിട്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ പക്ഷി പറക്കുന്ന അത്രയും അകലത്തിലേക്ക് എത്തി. നോക്കുമ്പോ ഈ പക്ഷി പറന്നെത്തുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള കുതിരയുമായി മഹാനവറുകൾ അവിടെ എത്തി നോക്കുമ്പോ മഹാനവറുകൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ രണ്ട് കൈകളും പുറകിലേക്ക് ബന്ധിപ്പിച്ച് രണ്ട് കാലുകളും ബന്ധിപ്പിച്ച് അദ്ദേഹം അനങ്ങാൻ കഴിയാതെ മലർന്നു കിടക്കുകയാണ്. അനങ്ങാൻ കഴിയാതെ മലർന്നു കിടന്നിട്ട് ഈ പക്ഷി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രയിൽ നിന്ന് കൊണ്ടുപോയ ആ ഭക്ഷണം, ആ റൊട്ടി കഷ്ണിച്ചുകൊണ്ട് കഷ്ണമാക്കിയിട്ട് അതിന്റെ കാലുകൊണ്ട് പിടിച്ച്
കൊക്ക് കൊണ്ട് കഷ്ണിച്ച് ഓരോ കഷ്ണങ്ങൾ ഇദ്ദേഹത്തിന്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇദ്ദേഹത്തിന്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതിങ്ങനെ നോക്കി നിന്നു കുറെ നേരം. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി നിന്നു. ഇതൊരു വലിയ അത്ഭുതമാണല്ലോ. അതിങ്ങനെ നോക്കി നിന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭക്ഷണം കൊടുത്തതിന് ശേഷം പക്ഷി പാറിപ്പോയി, അത് പറന്നുപോയി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? എന്താ ഇവിടെ ഇങ്ങനെ കിടക്കാനുള്ള കാരണം? ഈ രൂപത്തിൽ നിങ്ങൾ ബന്ധനസ്ഥനാക്കപ്പെട്ടിട്ട് എങ്ങനെ ഇവിടെ വന്നത്? അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ഒരു കച്ചവടക്കാരനാണ്, ഞാനൊരു വ്യാപാരിയാണ്. ഞാൻ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ കൊള്ളക്കാരെന്നെ പിടിച്ചു. പഴയ കാലത്തൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്, കൊള്ളക്കാരായ ആൾക്കാര് പലരെയും അങ്ങനെയൊക്കെ പിടിക്കുകയും കൊല ചെയ്യുകയും ഒക്കെ ചെയ്യും. അതൊന്നും ആരും അന്വേഷിക്കാനും പിടിക്കാനൊന്നോ അക്കാലഘട്ടത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കച്ചവടത്തിന് വേണ്ടി മദ്രാസിലേക്കും കൽക്കത്തയിലേക്കൊക്കെ പല ആവശ്യങ്ങൾക്കും വേണ്ടി നാട് വിടുന്ന ആൾക്കാരായിരുന്നു പഴയ കാലത്ത് നമ്മുടെ ആൾക്കാർ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കൊള്ള ചെയ്യപ്പെടുകയും അതേപോലെ പിടിച്ചു പറിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് ഇദ്ദേഹം പറയാണ്, അങ്ങനെ അവരെന്നെ പിടിച്ചു, എന്റെ കയ്യിലുള്ളതെല്ലാം അവരെടുത്തു, എന്റെ എല്ലാ സമ്പത്തും അവർ കൊണ്ടുപോയി, എന്നിട്ട് എന്നെ ഈ കൊലത്തിൽ ബന്ദിയാക്കി കൈകളും കാലുകളും കെട്ടിയിട്ട് ഇവിടെ കിടത്തിയിട്ട് ഒരു പൊയ്ക്കുകയാണെന്ന് പറഞ്ഞു. എത്ര ദിവസമായിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ കിടക്കാൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 7 ദിവസമായിട്ടുണ്ടാവും. 7 ദിവസമായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? 7 ദിവസം ഒരാള് വലിയ ഒരു ക്ഷീണമൊന്നും കാണാതെ, സ്വാഭാവികമായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു വലിയ ക്ഷീണമൊന്നും കാണാതെ, ജീവൻ നഷ്ടപ്പെടാതെ നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണമൊന്നും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? എങ്ങനെയാണ്? അപ്പൊ ഇബ്രാഹിം അദ്ഹമിനോട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഒരു പക്ഷി? ആ പക്ഷി എല്ലാ ദിവസവും ഈ വന്ന അതേ ടൈമിൽ തന്നെ വരും. ഈ വന്ന ഇതേ ടൈമിൽ തന്നെ എല്ലാ ദിവസവും വന്നിട്ട് എനിക്ക് ആ പക്ഷി ഭക്ഷണം നൽകും. ഈ രൂപത്തിൽ, നിങ്ങൾ ഈ കണ്ട രൂപത്തിൽ അതിന്റെ കൊക്കുകളെ കൊണ്ട് കഷ്ണിച്ച് എന്റെ വായിലേക്ക് അത് ഇട്ട് തരും, ഞാനത് കഴിക്കും. ഇതെല്ലാ ദിവസവും തുടർന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത പോയത്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് ഭക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ ഭക്ഷണം മറ്റാർക്കും തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുക്കരുത് എന്ന് തീരുമാനിച്ചാൽ, അവനക്കത് കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതൊരു നിലക്കും അവനിലേക്ക് എത്തുകയുമില്ല. ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലാ യഖ്ളി വലാ യഖ്ളാ അലൈക് ഖുനൂത്തിൽ നമ്മൾ ഓതുന്നതാണ്. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, അതിനപ്പുറത്ത് തീരുമാനിക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ നടക്കൂ. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ കുട്ടികൾക്ക്, ആ കുട്ടികൾ വകതിരിവ് ആയി വരുന്ന സന്ദർഭത്തിൽ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മിർഖാത്തിൽ എഴുതി വെച്ചതായി കാണാം. സ്വഹാബത്ത് കുട്ടികൾക്ക് അവർ വളർന്നു വരുന്ന, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തിയാൽ സഹാബത്ത് ചെയ്യുന്നത് ആ കുട്ടികളെ പഠിപ്പിക്കലാണ്. അവര് തന്നെയാണ് പഠിപ്പിക്കൽ. ഇന്നത്തെ പോലെ ഓത്തുപള്ളികളോ മദ്രസ സംവിധാനങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. ഓരോരുത്തരും അവര് പഠിപ്പിക്കും. ഖുർആൻ ഉപ്പയും ഉമ്മയും തന്നെ ഖുർആൻ പഠിപ്പിക്കും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ, നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും അത്തരം കാര്യങ്ങളൊക്കെ അവര് തന്നെ പഠിപ്പിക്കും. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മദ്രസയോ അല്ലെങ്കിൽ ഓത്തുപള്ളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനൊക്കെ ഹദീസ് പറഞ്ഞു കൊടുക്കും.
സഹാബത്ത് അത് പഠിക്കും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സഹാബത്തിൽ നിന്നുള്ള നല്ലൊരു പറ്റം ആൾക്കാർ ആ ഹദീസുകളും റസൂലുള്ളാഹിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അതപ്പടി ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കും. ക്ലാസ്സിൽ പങ്കെടുത്തത് അതേപടി ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സഹാബത്തിന്. അങ്ങനെയാണ് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് ഒരു ദുആ കിട്ടിയത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി വരുന്നതും ആ ദുആ കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയായി ഉമ്മഹാത്തുൽ മുഅ്മിനീനായിട്ട് വന്നതും ആ ഒറ്റ ദുആ കൊണ്ടാണ്. അതെങ്ങനെയാണ് ആ ദുആ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ സുബഹിന്റെ ശേഷം ക്ലാസ് എടുക്കുകയാണ്. സഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്കൊരു മുസീബത്ത് വന്നാൽ, ഒരു മുസീബത്ത് ഒരാൾക്ക് വന്നാൽ അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. ഒരുപക്ഷെ ബാപ്പ മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പൊടുന്നനെ കച്ചവടത്തിൽ വല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ടാകും. അവിചാരിതമായി പലതൊക്കെ സംഭവിക്കാം. ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ എപ്പോഴും തെറ്റും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് തന്നെ എന്റെ കണക്കൂട്ടലുകൾ പഴക്കുന്നത് കൊണ്ടാണ്. അറഫ്തുല്ലാഹ ബിൽ അഖ്ദിൽ അസായിമി, ഞാൻ കണക്ക് കൂട്ടുന്ന രൂപത്തിലൊന്നും കാര്യങ്ങൾ നടക്കൂല. അങ്ങനെ നടക്കാതെ വന്നപ്പോഴാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അറഫ്തുല്ലാഹ ബിൽ അഖ്ദിൽ അസായിം, ഞാൻ അള്ളാഹുവിനെ അറിയുന്നത് തന്നെ എന്റെ തീരുമാനങ്ങളൊന്നും നടക്കണില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളൊന്നും നടന്നോളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ വരും, പെട്ടെന്ന് രോഗങ്ങൾ വരാം, പെട്ടെന്ന് തന്നെ. ഇപ്പോ പലരും പറയുന്നുണ്ട്, ഭാര്യ അവിടെ വീണു, ഞാനിവിടെ വീണു, മറ്റൊരവിടെ വീണു. ഇങ്ങനെ വീഴ്ചയും മറ്റുമൊക്കെ ആയിട്ട് അതൊക്കെ വല്ലാതെ കൂടി കൂടി വരികയാണ്. ഓർത്തോ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സ് ഓരോ സ്ഥലത്തും കൂടുകയാണ്. ഈ എല്ല് സംബന്ധമായ ഡോക്ടർമാർ, അവരെ കാണാനുള്ള തിരക്കുകൾ, ഓപ്പറേഷനുകൾ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും മനുഷ്യന്മാരുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതൊക്കെ കൂടി വരുന്നു. എന്തുകൊണ്ട്? വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നുള്ള ബിസ്മി ചെല്ലുന്നില്ല. ബിസ്മില്ലാഹി വലജിന വബില്ലാഹി ഖറജിന വഅലാ റബ്ബിന തവക്കൽന. അങ്ങനെയാണ് പുരയിലേക്ക് കയറുമ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. ബിസ്മില്ലാഹി വലജിന, അള്ളാഹുവെ നിന്റെ നാമം കൊണ്ട് നമ്മൾ ഇതാ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വബില്ലാഹി ഖറജിന, ഇനി നിന്റെ കൽപ്പന കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. വഅലാ റബ്ബിന തവക്കൽന, ആ 3 വാക്കുകളെ പറയേണ്ടതുള്ളൂ. ബിസ്മില്ലാഹി വലജിന വബില്ലാഹി ഖറജിന വഅലാ റബ്ബിന തവക്കൽന. നമ്മളൊക്കെ അള്ളാഹിന്റെ മേലിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ മേലിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി വീണ്ടും ഓർമ്മയുള്ള ആളുകൾക്ക്, കിട്ടുന്ന ആൾക്കാർക്ക്, അല്ലാഹുമ്മ അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. പടച്ചോനെ, നല്ല രൂപത്തിൽ ഈ വീട്ടിൽ പ്രവേശിക്കുവാനും ഇനി പുറത്തേക്ക് പോരുമ്പോൾ അതും നല്ല രൂപത്തിൽ, സത്യസന്ധമായ രൂപത്തിൽ പുറത്തേക്ക് വരാനും നീ എന്നെ തുണക്കണം. എല്ലായിടത്തും നിന്റെ സഹായം എനിക്ക് വേണം. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. പടച്ചോനെ, നിന്റെ വക്കൽ നിന്നുള്ള എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ എനിക്ക് വേണം എന്നൊക്കെ ദുആ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പൊ ആർക്കും നേരമില്ല, ആരും ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാ നിലക്കുമുള്ള ബർക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുകയാണ്. അപ്പോ ഇങ്ങനെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വന്ന കൂട്ടത്തിൽ പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ പ്രയാസങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ നടക്കുള്ളൂ, നമ്മൾ തീരുമാനിച്ചൊന്നും നടക്കൂല, റബ്ബിന്റെ തീരുമാനങ്ങളാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് മുസീബത്ത് വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, നിങ്ങൾ ദ്വാരന്നോളിട്ടാ എന്ന് പറഞ്ഞു. എല്ലാ സമയങ്ങളിലും ദ്വാരുണ്ട്. اللهم إني أسألك وأتوسل إليك وأتوجه إليك بنبيك وصفيك ورسولك نبي الرحمة
സയ്യിദനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുആഫിയനി ആഫിയതൻ ലാ സഖമ മഅഹ. മുത്ത് റസൂലുള്ളാഹ് നമ്മോട് ദുആരക്കാൻ പറഞ്ഞൊരു ദുആയാണ്. പടച്ചോനെ എനിക്ക് നീ ആഫിയത്ത് കൊണ്ടാണ്. അതൊരു 3 വട്ടം ആ ദുആ നിസ്കാരങ്ങൾക്ക് ശേഷം ദ്വാരക്കല് മഹാന്മാർ പതിവാക്കിയതാണ്. അൻ തുആഫിയനി, പടച്ചോനെ എനിക്ക് നീ ആഫിയത്ത് കൊണ്ടാണ്. ആഫിയത്തല്ല സഖമ മഅഹ, രോഗമൊന്നുമില്ലാത്ത ആഫിയത്ത് കൊണ്ടാണ്. വതൂല ഉംരിൻ, എനിക്ക് നീ ദീർഘായുസ് കൊണ്ടാണ്. അതൊക്കെ ദ്വാരക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞതാ. വതൂല ഉംരിൻ, പടച്ചോനെ ദീർഘായുസ് കൊണ്ടാണ്. ലാ ഹമ്മ മഅഹു, പ്രയാസങ്ങളും ടെൻഷനുകളൊന്നും ഇല്ലാത്തതായ ദീർഘായുസിനെ കൊണ്ടാണ്. വതൂല ഉംരിൻ ലാ ഹമ്മ മഅഹു, അതോടുകൂടെ യാതൊരു മനപ്രയാസവും ഇല്ലാത്ത ദീർഘായുസ്. കുറെ ദീർഘായുസിനായിട്ട് കാര്യം എപ്പോഴും ഇങ്ങനെ മനസ്പ്രയാസമായിട്ട് ദീർഘായുസിനായിട്ട് എന്താ കാര്യം? അതിന് എനിക്ക് കൊണ്ടാണ്. താഴത്തല്ല മഅസിയത്ത മഅഹ, ദോഷമൊന്നും ചെയ്യാതെ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖും കൊണ്ടാ എന്ന് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 3 വട്ടം ദ്വാരക്ക. അത് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു തന്നതാണ്. നമുക്കൊക്കെ അതിന്റെ ഇജാസത്ത് ഉള്ളതാണ്. അതോടുകൂടെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനൂരി വജ്ഹിക അല്ലദി അശറഖത് ലഹു സ്സമാവാതു വൽ അർദ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ആ ദാത്ത് മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. അന്ത ജഅലനി, അല്ലാഹുവേ എന്നെ നീ ആക്കണം, ബിഹിർസിക, നിന്റെ സംരക്ഷണത്തിലാക്കണം. എന്നെ നീ നിന്റെ സംരക്ഷണത്തിലാക്കണം. വഹിഫ്ളിക, നിന്റെ ഹിഫ്ളിലും നിന്റെ സംരക്ഷണത്തിലുമാക്കണം. ജിവാരിക വതഹ്ത കനഫിക, അതിന്റെ ഒക്കെ അർത്ഥം തന്നെയാണ്. പടച്ചോനെ എന്നെ രാവിലെ തന്നെ ദുആ ചെയ്യുക, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക, റബ്ബേ എന്നെ നിന്റെ സംരക്ഷണത്തിലാക്കണം, എല്ലാ നിലക്കുമുള്ള സംരക്ഷണം. അങ്ങനെയാണ് ആ ദുആയിൽ വന്നതെങ്കിലും നമുക്കതിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും കൂട്ടിയിട്ട് ദ്വാരക്കാം. പടച്ചോനെ അന്ത ജഅലനി വൗലാദി, പടച്ചോനെ എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യനെ, എന്നോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ റബ്ബേ നീ നിന്റെ സംരക്ഷണത്തിലാക്കണം എന്ന് ദ്വാരന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം മുഴുവനും അള്ളാന്റെ സംരക്ഷണത്തിലാവും. നമ്മൾ അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള ദുആകളൊക്കെ പഴയ കാലത്ത് പതിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ മഹാന്മാരായ ആളുകളുടെ ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ ഇജാസത്തുകളിലൊക്കെ അത്തരം ദുആകളൊക്കെ ഉണ്ട്. ഇന്നലെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്നപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് കുട്ടികൾക്കൊക്കെ ഈ ദുആ പഠിപ്പിക്കണം, അവരെ കൊണ്ട് ദ്വാരപ്പിക്കണം. കാരണം മുസീബത്തുകളും പ്രയാസങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടി വരുന്നത് മനുഷ്യന്മാർ കൂടുതൽ നാശാവാണ്. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ മുസീബത്തുകളൊക്കെ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. എല്ലാത്തിനെയും നന്നാക്കുന്ന സാധനം തന്നെ വടക്കാവണ കോലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മുസീബത്ത് വന്നാൽ നിങ്ങൾ ഇങ്ങനെ ദ്വാരനോളി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുസീബത്ത് വന്നാൽ നിങ്ങൾ ദ്വാരക്കേണ്ടത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, റബ്ബേ എനിക്ക് ഈ മുസീബത്തിന് നീ കൂലി നൽകണമേ. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറുള്ളത് എനിക്ക് നീ പകരമാക്കി തരണമേ. ഒരു മുസീബത്ത് വന്നു, എനിക്ക് നഷ്ടം സംഭവിച്ചു, എന്നാൽ അതിനേക്കാൾ ഖൈറുള്ള ഒന്ന് എനിക്ക് നീ നൽകണമേ എന്ന് നിങ്ങളൊക്കെ ദ്വാരന്നോളൂ എന്ന് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അബൂ സലമ എന്നവര് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് ഉമ്മു സലമ നല്ലപോലെ പഠിച്ചു. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ ദുആ ഞാൻ പഠിച്ചു വെച്ച ദുആ ഞാൻ ഉപയോഗപ്പെടുത്തിയത് എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴാണ്. എൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ള ആളായിരുന്നു, വളരെയധികം സ്നേഹമുള്ള ആളായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. ഞാനൊരു ശുണ്ഠിയായിരുന്നു, ഒരു മുൻകോപിയായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നോട് പെരുമാറിയിരുന്ന ആളാണ് എൻ്റെ ഭർത്താവ്. ചില പെണ്ണുങ്ങൾക്ക് ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് അത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. വേറെ ചില ആൾക്കാർക്ക് ചില പ്രകൃതിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ ചില ആളുകളൊക്കെ തിന്മയിലേക്കൊക്കെ കൊണ്ടെത്തിക്കും. അങ്ങനെ പല രൂപത്തിലും സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകാം. അത് പുരുഷന്റെ സ്വഭാവം നന്നായാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെണ്ണ് പിന്നെ അങ്ങനെ നന്നായി വരും. അങ്ങനെ നന്നായി വന്നാൽ അത് കുട്ടികളിലും ആ നന്നാവിന് നടക്കും.
നേരെ മറിച്ച് ചില പെണ്ണുങ്ങളുടെ സ്വഭാവ ദൂഷ്യം അത് മക്കളിലും കടന്നു വരും. മക്കളിൽ കടന്നു വന്നാല് ആണുങ്ങളാണ്, ഭർത്താക്കന്മാരാണ്, രക്ഷിതാക്കന്മാരാണ് കുടുങ്ങുക. മക്കൾ ഓന്റെ മക്കളാണല്ലോ. അപ്പൊ ഉമ്മാന്റെ സ്വഭാവങ്ങളൊക്കെ പലപ്പോഴും മക്കളിൽ വരും. അപ്പൊ ആ ഉമ്മാന്റെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ ഭർത്താവ് കുറെ ക്ഷമിക്കേണ്ടി വരും. ഭർത്താവ് കുറെ ക്ഷമിച്ച് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടുകയും ചാടുകയും ചെയ്യുന്നതിന് പകരം അത് കടിച്ചു പിടിച്ച് ക്ഷമിച്ച് നല്ല അവസരങ്ങളിലൊക്കെ അത് തിരുത്തി കൊടുക്കാം. നല്ല അവസരങ്ങളിലൊക്കെ തിരുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തിട്ടും മൂപ്പര് ക്ഷമിച്ചല്ലോ, ഇങ്ങനൊക്കെ ചെയ്തിട്ടും എൻ്റെ ഒക്കെ അങ്ങനൊക്കെ വന്നിട്ടും ക്ഷമിച്ചല്ലോ. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നായി വരികയും പിന്നെ ഭർത്താക്കന്മാരോട് സ്നേഹം കൂടുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അനുഭവങ്ങളുള്ളത്. നമ്മൾ പൊട്ടിത്തെറിച്ചാൽ നമ്മൾ ഭർത്താവാണ് എന്ന രൂപത്തിൽ പോലും കുറെ സഹിക്കും. പക്ഷെ ആ സഹിക്കുന്നതൊക്കെ ഉള്ളില് ഒരു വെറുപ്പും വിദ്വേഷത്തിനൊക്കെ ഒരു കാരണമാവും. അത് പിന്നീട് അത് കൂടിക്കൂടി വന്നിട്ട് നമ്മോട് കൂടുതൽ വെറുപ്പുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു മുൻകോപുണ്ട്. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, എന്ത് പറഞ്ഞാലും അതിന് തട്ടുത്തരം പറയും. അത് മിക്ക പെണ്ണുങ്ങൾക്കുണ്ട്. ഒരു 95% പെണ്ണുങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും നേരെ കൊളത്തുകയും അതിന് തട്ടുത്തരം പറയും. അതേപോലെ തന്നെ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബക്കാര്, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനുജന്റെ അവരുടെ മക്കള്, ഭർത്താവിന്റെ സഹോദരിമാരുടെ മക്കൾ, ഇവരിൽ നിന്നൊക്കെ വല്ല തകരാറും വന്നാൽ അതിങ്ങനെ വലുതാക്കിയിട്ട് ഇങ്ങനെ പറയും. ഓളെ ജ്യേഷ്ഠൻക്കോ ആങ്ങളാർക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും തകരാറുണ്ടെങ്കിലൊക്കെ അതിങ്ങനെ ന്യായീകരിക്കും. ഇതിങ്ങനെ വലുതാക്കി പറയും ചെയ്യും. ഇതൊക്കെ മിക്ക പെണ്ണുങ്ങളുടെയും സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും നീങ്ങിയാൽ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നതൊക്കെ കേട്ട് അതിനൊക്കെ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് അതിലൊക്കെ നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തെ പറ്റി പറയുന്നത് കേൾക്കാനും അതിന് നല്ല വർത്തമാനം പറയുന്നതൊക്കെ പറയാനൊക്കെ അവർ ശ്രമിക്കും. അങ്ങനെ തിരിച്ചു വരും. അതിനാദ്യം നമ്മൾ അവർക്ക് സന്തോഷമുണ്ടാകുന്ന മേഖലകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ആ രൂപത്തിൽ നീങ്ങണം. അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന മേഖലകൾ, അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ റോങ്ങാവും, പുരുഷന്മാർ റോങ്ങാവുമ്പോൾ അപ്പൊ പിന്നെ ഒരു സംഘർഷാവസ്ഥയാണ്, മാനസികമായ സംഘർഷാവസ്ഥയാണ് പിന്നെ കുടുംബത്തിൽ ഉണ്ടാവുക. ഇതൊക്കെ ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇങ്ങനെയൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോ, മരണപ്പെട്ടു പോയപ്പോ, അബൂ സലമ എന്നവർ മരിക്കുന്ന അവസരത്തിൽ ചെറിയ ചെറിയ മക്കളാണ്. 1 വയസ്സ് 1.5 വയസ്സ് ഇങ്ങനെ ചെറിയ മക്കളാണ്. ആ മക്കളൊക്കെ പഠിച്ചോന് ഞാനും എന്താ കാട്ടുക, എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ മക്കളെ എന്നുള്ള ബേജാറും മറ്റൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായി. ഉമ്മു സലമ അപ്പൊ ദ്വാരുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് ദ്വാരുന്നു, അല്ലാഹുമ്മ അജ്റിനി ഫീ മുസീബത്തി, പടച്ചോനെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, പടച്ചോനെ ഇതിനേക്കാൾ ഖൈർ നീ എനിക്ക് പകരം നൽകണമേ എന്ന് ഞാൻ അങ്ങോട്ട് ദ്വാരുന്നപ്പോ എന്റെ ഉള്ളിന്ന് ഒരാളിങ്ങനെ ചോദിക്കണമായി, ഉമ്മു സലമ നിങ്ങളിപ്പോ എന്താ ദ്വാരുന്നത്? ഈ അബൂ സലമനേക്കാൾ ഹൈറുള്ള ഒരാളെ പകരം തരണം എന്നല്ലേ ദ്വാരുന്നത്? ഈ അബൂ സലമനേക്കാൾ ഹൈറുള്ള നല്ലൊരു മനുഷ്യൻ നിങ്ങൾക്ക് ദുനിയാവ് കിട്ടുമോ? അത്രക്ക് നല്ല മനുഷ്യൻ. നമ്മൾ സാധാരണ പറയാനില്ലേ, തൊള്ളയില് വെല്ലിട്ടാൽ കൂടി കടിക്കൂല, അങ്ങനത്തെ നല്ലൊരു മനുഷ്യൻ. അത് ചില പെണ്ണുങ്ങൾക്ക് അന്ന് കൊടുക്കണ വലിയൊരു നേമത്താണ്. നല്ലൊരു ഭർത്താവിനെ കൊടുക്കുക എന്നുള്ളത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ നല്ല സുഖമാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടിയ പെണ്ണ് ഓളാണ് യഥാർത്ഥത്തിൽ വലിയ രാജ്ഞി. അവളെ മാതിരി സുഖം ദുനിയാവിൽ വേറെ ആർക്കും ഉണ്ടാവില്ല. നല്ല സൽസ്വഭാവിയായ നല്ലൊരു ഭർത്താവിനെ കിട്ടിയ, അള്ളാഹിനെ പേടിയുള്ള സൽസ്വഭാവിയായ ഒരു ഭർത്താവ്. അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് കഴിഞ്ഞ് അബൂ സലമ ഒക്കെ വഫാത്തായി. അങ്ങനെ മറവൊക്കെ ചെയ്ത് കുട്ടികളെ നോക്കാൻ വേണ്ടി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ പിൻവശത്ത് ഒരു ഷെഡ് കെട്ടി. ആ ഷെഡില് തോലുകൾ വാങ്ങിച്ചു കൊണ്ടുവരും. അങ്ങാടിയിൽ നിന്ന് ആരെക്കൊണ്ടെങ്കിലും പറഞ്ഞയപ്പിച്ചിട്ട് തോല് കൊടുത്തിട്ട് അത് ഊറക്കിട്ടിട്ട് അത് നല്ല പോലെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടി ആളെ പറഞ്ഞയക്കും. അങ്ങനെ യുദ്ധന്റെ കാലത്ത് 4 മാസവും 10 ദിവസവും യുദ്ധയിരിക്കുന്ന ഈ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ചെയ്തത്, ഒരു തോല് കച്ചവടം നടത്തി കുട്ടികളൊക്കെ നല്ലപോലെ നോക്കി. യുദ്ധം കഴിഞ്ഞ അന്ന്
ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, യുദ്ധ കഴിയണമെന്ന് കുളിക്കണോ, അതേപോലെ തന്നെ യുദ്ധ കഴിയണമെന്ന് മൗലൂദ് ഓതണോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കിതാബുകളിൽ അങ്ങനൊന്നും കാണുന്നില്ല. യുദ്ധം കഴിഞ്ഞാൽ ഒരു മൗലൂദ് ഓതാം, അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞാൽ ഒന്ന് കുളിക്കുക, അങ്ങനൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. യുദ്ധം കഴിഞ്ഞാൽ കഴിഞ്ഞ് എന്നല്ലാതെ അതിന് പ്രത്യേകമായ ചടങ്ങുകളൊന്നുമില്ല. യുദ്ധം കഴിയുന്നതിന് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല. ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കണത് ഇപ്പൊ വല്ലാതെ കൂടിക്കണം. ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ, അതിന്റെ അപ്പുറത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കല്യാണം കേൾക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കേണ്ടതാണ്. റസൂലുള്ള പറഞ്ഞു ഉമ്മു സലമയോട്, ഞങ്ങളെ കല്യാണം കേൾക്കാൻ വേണ്ടി വിചാരിക്കേണ്ട. സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും എല്ലാം കൂടി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മനസ്സിൽ പടച്ചോൻ ഇന്നപ്പോ റസൂലുള്ള കല്യാണം കഴിക്കും, ഇതിപ്പോ എന്താപ്പത്? അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല, മുത്തനബിന്റെ കല്യാണം കഴിക്കുകയാണെങ്കിൽ സന്തോഷം തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്നാ പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു, എനിക്ക് പ്രായമായി. അപ്പൊ പ്രായമായ എന്നിൽ നിന്ന് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടൂല, എനിക്ക് പ്രായമായി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്കും പ്രായമായല്ലോ, എനിക്കും പ്രായമായിക്കണല്ലോ പറഞ്ഞു. പിന്നെ പറഞ്ഞു, നിന്റെ നാവ് കുറച്ച് മോശമാണ്, ഞാനിങ്ങനെ അങ്ങനെ പ്രകൃതിക്കാരിയാണ് ഞാൻ, ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, അങ്ങനെയാണ് അവിടെ പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, മനസ്സിലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പറഞ്ഞു പോകും, അതൊക്കെ അള്ളാഹു നന്നാക്കി തരും, അതൊക്കെ നല്ല സ്വഭാവം അള്ളാഹു തരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എനിക്ക് ചെറിയ ചെറിയ മക്കളുണ്ട്, ഓലൊക്കെ ഇപ്പൊ ഞാനെന്താ, ഓലൊക്കെ ഇപ്പൊ എങ്ങനെ ഞാൻ വരിക? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലാദുക്കി ഔലാദി, ആ മക്കളൊക്കെ എന്റെയും മക്കളായിട്ട് ഞാൻ കാണും, എന്ന് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു കാര്യം പറഞ്ഞു, ഇത് അന്ന് എന്റെ ഭർത്താവ് അബൂ സലമ മരിച്ചപ്പോ ഞാൻ ദുആ ചെയ്ത ആ ദുആ അല്ലാഹു സ്വീകരിച്ചതാണെന്നാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അബൂ സലമനേക്കാൾ ഖൈറുള്ള ഒരാളും മുത്തുനബി അല്ലാതെ ആരാ ഉള്ളത്? ആ മുത്തുനബിനെ അള്ളാഹു എനിക്ക് ഭർത്താവായി തന്നില്ലേ, അത് ആ ദുആന്റെ പവറാണെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച അസുഫ ക്ലാസ് കഴിഞ്ഞിട്ട് തിരുവരങ്ങാടിയിൽ ഒരു നിക്കാഹിന് വേണ്ടി ഞാൻ പോയി. അപ്പൊ ഖലീൽ തങ്ങൾ പാപ്പാന്റെ അനുജൻ ശിഹാബ് തങ്ങൾ അവിടെ ഊരകത്ത് ദർസ് നടത്തുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, 2 ദിവസം മുമ്പ് ഞങ്ങളൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ 10 കൊല്ലം മുമ്പ് നിങ്ങൾ പൊന്നാനിയിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ഒരു ദുആ നിങ്ങൾ പറഞ്ഞിരുന്നു. ആ ദുആ നിത്യവും ദ്വാരക്കുന്ന ഒരാള് അതിന്റെ ഒരു അനുഭവം പറഞ്ഞു. അപ്പൊ എന്താ തങ്ങളത് ചോദിച്ചത്? 10 കൊല്ലം മുമ്പാണ്. അതെന്താ തങ്ങളത് ചോദിച്ചത്? അത് അയാൾക്ക് വീട്ടിക്ക് വഴി ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ചളിയും ഒക്കെ നിറഞ്ഞ വഴിയിലേക്കൂടെ അയാൾ പോയിന്നത്, അയാൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ദ്വാ പറഞ്ഞതിന് ശേഷം മൂപ്പരത് എപ്പോഴും വഴി കൂടെ നടക്കുമ്പോഴൊക്കെ ദ്വാരക്കും, പടച്ചോനെ ഈ വഴിനേക്കാൾ നല്ല വഴി എനിക്ക് കൊണ്ടാ, എന്ന് ദ്വാരക്കുമ്പോ അവിചാരിതമായി അയാൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വഴി കിട്ടി. ഇപ്പോഴാണെങ്കിൽ പുതിയ ഹൈവേ വന്നപ്പോ കൂടുതൽ സൗകര്യമായി, അയാൾക്ക് ഹൈവേന്ന് നല്ലപോലെ വീട്ടിൽ ഇറങ്ങാനുള്ള മുഴുവൻ സൗകര്യങ്ങളായി. ഒരിക്കലും അയാൾ അങ്ങനെ ഒരു വഴി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുന്നില്ല. ചളിയും പിളിയൊക്കെ ആയിട്ട് ഇടങ്ങേറായിട്ട് പോവായിരുന്നു. അപ്പൊ പോകുമ്പോഴൊക്കെ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, പടച്ചോനെ ഈ ചളിയിലൊക്കെ നടന്നു പോകുന്ന ഈ മുസീബത്തിൽ എനിക്ക് നീ കൂലി കൊണ്ടാ, എനിക്ക് നല്ലൊരു വഴി കൊണ്ടാ എന്ന് അള്ളാഹിനോട് അയാൾ ഇങ്ങനെ ദ്വാരക്കും. അത് നിങ്ങളെ ആ പ്രസംഗം കേട്ടതിന് ശേഷമാണ് ദ്വാരെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അങ്ങനെ ഒരു കൂലി കിട്ടിയല്ലോ അപ്പൊ പ്രസംഗത്തിൽ, അതുകൊണ്ട് നമ്മൾക്ക് സന്തോഷമായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ദ്വാകൾ 2 വാക്ക് അതിലുള്ളൂ. പടച്ചോനെ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം കൊണ്ടാ, ഇതിനേക്കാൾ ഹൈർ എനിക്ക് കൊണ്ടാന്ന് അതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ലേ. പറഞ്ഞു വരുന്നത്, ഇത്തരം ദ്വാകളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അള്ളാഹു അല്ലേ സഹായിക്കുന്നവൻ, മുസീബത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു അല്ലേ. അള്ളാഹിന്റെ ഖജനാവ് എത്ര ആയിരുന്നാലും കുറയില്ലല്ലോ, അതിനൊരു കുറവില്ലല്ലോ. സന്തോഷം തരുന്നവനും റാഹത്ത് നൽകുന്നവനും ഒക്കെ ജല്ലജലാലുവായ അള്ളാഹുവാണ്. അപ്പോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരായ സ്വഹാബത്തൊക്കെ മക്കളെ ആദ്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മക്കളെ ആദ്യമായി പഠിപ്പിക്കുന്നത്
മുല്ലയാലിക്കാരി തങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ മാതിരി ഇതുപോലെ പള്ളിക്കൂടങ്ങളോ മദ്രസകളോ ഒന്നും ഉണ്ടായിട്ടില്ല, ആദ്യകാലത്ത് ഉണ്ടായിട്ടില്ല. സഹാബത്ത് വാപ്പാരും ഉമ്മാരും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കലാണ്. അന്നത്തെ പരിപാടി അങ്ങനെ, വാപ്പാരും ഉമ്മാരും കുട്ടികളെ പഠിപ്പിക്കലാണ്. വേറെ സംവിധാനം അക്കാലത്ത് ഉണ്ടായിട്ടില്ല, പിൽക്കാലത്താണ് അതൊക്കെ വന്നത്. അപ്പൊ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഒന്ന് ഇതാണ്, മക്കളോട് പറയുന്ന ഒന്ന്, അള്ളാഹു നിനക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചാൽ അതാരും കൊണ്ടുപോകൂല. അള്ളാഹു നിനക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്ക് കിട്ടൂല. ഇത് ജീവിതത്തിൽ നല്ല ഊർജം നൽകുന്ന ഒരു വിശ്വാസമാണ്. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതേ കിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഇടങ്ങാറായി വിഷമിച്ചിട്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ടതൊക്കെ ചെയ്യാം. ജോലി ചെയ്യാൻ വേണ്ടി അതൊക്കെ കൽപ്പിച്ചിരിക്കുന്നു, കച്ചവടം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു, ഇതൊക്കെ കൽപ്പിച്ചതൊക്കെ നമ്മൾ ചെയ്യാം. അള്ള തരാൻ വിചാരിച്ചാൽ അത് കിട്ടുള്ളൂ. എന്തെങ്കിലും അള്ള തരണ്ടാന്ന് വിചാരിച്ചാൽ മെനക്കെട്ടിട്ട് കാര്യമില്ല. നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ അള്ളാഹിന്റെ മേൽ ഏൽപ്പിക്കുക. ഇത് നമുക്കും വേണം, നമ്മുടെ കുടുംബത്തിനും വേണം, മക്കൾക്കും വേണം. ഇതൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനൊക്കെയാണ് സഹാബത്ത് പഠിപ്പിച്ചിരുന്നത്. അതൊക്കെ വലിയ ഫലം ചെയ്യും. അതാണ് ഇവിടെ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു കാണുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഭക്ഷണം എത്തുന്നു. പക്ഷികൾ ഭക്ഷണം കൊടുക്കുകയാണ്. 12 മണിക്കൂർ വിശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് അത്ര ഈ പക്ഷികൾ. 12 മണിക്കൂർ അവർ വിശ്രമിക്കുന്നതാണ് പറയുന്നത്. 12 മണിക്കൂർ വിശ്രമിക്കും. ഒരു പ്രാവിനെ പറത്തുന്ന ഒരാളുടെ സംഭവം, ആ പ്രാവ് മുംബൈയിൽ നിന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് വന്ന സംഭവമൊക്കെ പത്രത്തിൽ ഞാൻ വായിച്ചു. അതിന്റെ വിശ്രമ സമയം 12 മണിക്കൂർ വിശ്രമ സമയം കഴിഞ്ഞിട്ട് ഏകദേശം 17 മണിക്കൂർ സഞ്ചരിച്ചിട്ട് ആ പ്രാവ് മലപ്പുറം ജില്ലയിൽ എത്തി. പ്രാവ് പറത്തുന്ന ഒരാളുടെ കഴിവുകൾ പറഞ്ഞതാണ്. അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അത് സൂറത്തുൽ മുൽക്കിൽ തബാറക്ക സൂറത്തിൽ അള്ളാഹു അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ, അതെങ്ങനെയാണ് ആ പക്ഷികൾ പറക്കുന്നത്, അവരെന്താ കീഴ്പൊട്ടയ്ക്ക് വീഴാത്തത് എന്താണ്, അവർക്ക് എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാതെ തറച്ചു. ഇങ്ങനൊക്കെ അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനെങ്ങനെ രാജാവായി നടക്കുന്നത്? ആ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യില്ലേ ഞാൻ ചെയ്യേണ്ടത്? ആ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയല്ലേ സമയം കളയേണ്ടത്? അതിനു വേണ്ടിയല്ലേ ഞാൻ സമയം കളയേണ്ടത്? ഞാൻ എന്തിനെങ്ങനൊക്കെ അധ്വാനിക്കണം? അമ്മ തരാൻ വിചാരിച്ചാൽ അന്ന് തരൂലേ? അള്ള തരാൻ വിചാരിച്ചാൽ തരൂല, അള്ള തരണ്ടാന്ന് വിചാരിച്ചാൽ തരൂല. പിന്നെ ഞാൻ എന്തിനാ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് രാജഭരണമൊക്കെ ഒഴിവാക്കിയിട്ട് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു ഇബാദത്തിലേക്കായി തിരിഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഈമാനും ഇഖ്ലാസും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരാൾ പള്ളിക്കൊക്കെ വന്നാൽ അവിടെ വലിയ സൂറത്ത് ഓതും, അപ്പൊ എനിക്ക് നിൽക്കാൻ കഴിയില്ല, എനിക്ക് പ്രയാസാവും എന്ന് കണ്ടാൽ അയാൾ ഇരുന്ന് കൊണ്ട് ജമാഅത്തിൽ പങ്കെടുക്കണോ വേണ്ടത്? നിൽക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇരിക്കാം, കുറെ നേരം നിന്ന് പിന്നെ കാല് കടഞ്ഞാൽ പിന്നെ ഇരിക്കാം, അങ്ങനെയും ചെയ്യാം. ഇമാമ സൂറത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോ കാല് കടഞ്ഞാല് അയാൾക്ക് ഇരിക്കണോണ്ട് വിരോധമൊന്നുമില്ല. അപ്പോ ഇരുന്നിട്ടും നിന്നിട്ടും കൂടി നിസ്കാരം പൂർത്തിയാക്കാവുന്നതാണ്. അപ്പൊ പള്ളിക്ക് പോയാല് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. പെരേന്നാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയും. ചെറിയ സൂറത്ത് ഓതിയിട്ട് എനിക്ക് പെരേന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിന്ന് നിസ്കരിക്കാൻ കഴിയും. പള്ളിക്ക് പോകുമ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ നിൽക്കാൻ കഴിയില്ല, വലിയ സൂറത്ത് അവിടെ ഓതുന്നവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ പള്ളിയിലുള്ള ജമാഅത്തിൽ പങ്കെടുത്തിട്ട് അയാൾ ഇരുന്ന് നിസ്കരിക്കാണോ വേണ്ടത്, അതല്ല ജമാഅത്തിൽ പങ്കെടുക്കാതെ ഒറ്റക്ക് നിന്ന് നിസ്കരിക്കാണോ വേണ്ടത് എന്ന മസ്അല ചർച്ച ചെയ്തെടുത്ത് ഫുഖഹാക്കൾ പറഞ്ഞത് അയാള് ജമാഅത്തിൽ പങ്കെടുക്കാതെ നിന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം നൃത്തത്തിന് വലിയ ഫദീലത്തിന് ശ്രേഷ്ഠതയുണ്ട്. നിസ്കാരത്തിന്റെ ഫർളുകളുടെ കൂട്ടത്തില് ഏറ്റവും പ്രതിഫലമുള്ളത് നൃത്താണ്. സുജൂദിനേക്കാൾ തന്നെ പ്രതിഫലമുള്ളതും ശ്രേഷ്ഠത ഉള്ളതും നൃത്തത്തിനാണ്. അതുകൊണ്ട് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ അവനക്ക് നിന്നുകൊണ്ട് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അതിനാണ് ഫദീലത്തുള്ളത്. ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവന് വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ പള്ളിക്ക് തന്നെ അവനക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അവിടെ അഫ്ദലുള്ളത്. ജമാഅത്തിൽ പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പിന്നെ മടി വിചാരിച്ചിട്ട് വലിയ സൂറത്തൊക്കെ ഓതിയിട്ട് അതൊക്കെ വേഗം തീരൂല എന്നൊക്കെ വിചാരിച്ച് മടിയാണെങ്കിൽ പിന്നെ അത് നിവൃത്തിയില്ല. എത്രമാത്രം അള്ളാന്റെ മുന്നിൽ കൂടുതൽ നിൽക്കാൻ കഴിയോ അത് നമുക്ക് അള്ളാഹു ചെയ്യുന്ന വലിയൊരു നിഅമത്താണ്. അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ
ചിന്ത നമുക്കൊരു പരിശീലനം കൂടിയാണത്. ചിന്ത ഇങ്ങനെ കുറെ നേരം അള്ളാന്റെ മുന്നിലായി നിർത്താനുള്ള ഒരു പരിശീലനം കൂടി കിട്ടും. ഒരു മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്നത് ചിന്ത ഒന്നിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഒന്നിലിങ്ങനെ, അത് ഈ ഹിന്ദുക്കളുടെ ചില പുരാണങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നിൽ മാത്രം കുറെ നേരം കേന്ദ്രീകരിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ചികിത്സയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഇങ്ങനെ കുറെ നേരം കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനുള്ളൊരു പരിശീലനം കൂടിയാണ് നിസ്കാരം. അള്ളാഹുവിൽ മാത്രം ചിന്ത കേന്ദ്രീകരിക്കുക, അത് മനസ്സിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു എക്സസൈസാണ് മനസ്സിന് കൊടുക്കുന്നത്. അപ്പോ നമ്മളതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. കുറെ നേരം അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനുള്ള അൽ ബഖറ സൂറത്തൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2.5 ജുസുൽ അധികമുണ്ട് അൽ ബഖറ സൂറത്ത്. അതൊക്കെ ഒരു റകഅത്തിൽ ഓതും. അപ്പൊ അതിന്റെ കഥ എന്താണ്? അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുകയാണ്. അപ്പൊ ആയിഷ ബീബി പെരേന്ന് നിസ്കരിക്കുകയാണ്, റസൂലുള്ള പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ആ പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം ആയിഷ ബീബി പെരേന്ന് തുടർന്ന് നിസ്കരിക്കാം. അപ്പൊ ആയിഷ ബീവിന്റെ സഹോദരിയാണ് അസ്മാ ബീവി. അസ്മാ ബീവി വന്നപ്പോ ഈ നിസ്കാരാണ്. അസ്മാ ബീവി നിസ്കാരത്തിൽ പങ്കെടുത്തു. നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് അസ്മാ ബീവി നിന്നിട്ട് കുഴഞ്ഞുപോയി. നിന്നിട്ട് അങ്ങനെ കുഴഞ്ഞിട്ട് അസ്മാ ബീവിന്റെ തലയിൽ കൂടെ വെള്ളം പാര ചെയ്ത്, തലയിൽ കൂടെ വെള്ളം പാർന്നു എന്ന് സഹീഹുൽ ബുഖാരിന്റെ ഹദീസിൽ കാണാം. അപ്പൊ സുദീർഘമായി നിൽക്കുന്ന സ്വഭാവങ്ങളൊക്കെ മുൻഗാമികളായ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. മുഹീദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹു ഒറ്റ നൃത്തത്തിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തിരുന്നു. ഒരു കാമ നിന്നിട്ട് ഒരു ഖത്തം തീർത്തവർ എങ്ങനെ അവർക്കൊക്കെ അത് കഴിഞ്ഞത്? എങ്ങനെ അത് കഴിയാം? അപ്പൊ അവരൊക്കെ ഉന്നതന്മാരാകുന്നത് തന്നെ മനസ്സിന് ഏകാഗ്രത കൊടുത്തിട്ടാണ്. മനസ്സിന് ഏകാഗ്രത കൊടുക്കുക, അതിന് നമുക്കൊരു പരിശീലനം കൂടിയാണ്. കൂടുതൽ നേരം നിൽക്കുന്ന ഒരു പരിശീലനം കൂടിയാണ്. കഴിയുള്ള ആൾക്കാർ അത് കഴിയണം. അങ്ങനെ അങ്ങനെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയും. ഒറ്റയടിക്ക് കഴിയില്ല, അല്പാൽപമായിട്ട് നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയും. മസ്അല എങ്ങനെയാണ്? നൃത്തത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, നൃത്തത്തിനാണ് എന്ന് പറയാം. ഇനി മറ്റൊരു വിഷയം, ഒരാൾ നിസ്കരിക്കുന്ന അവസരത്തില് ഇപ്പോ ളുഹർ, ഇപ്പോ പിന്നെ മഗ്രിബ്, ആ മഗ്രിബിന്റെ ആ സമയം അവസാനിക്കാനായിരിക്കണം. അതിന്റെ മൂട്ടിൽ പോയിട്ട്, നമ്മൾ അങ്ങനെ പറയില്ല, മൂട്ടിൽ പോയിട്ട് നിസ്കരിക്കാം. അപ്പൊ സൂറത്ത് ഓതി നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരം ഖളാ ആവും. ഫാത്തിഹ മാത്രം ഓതുകയാണെങ്കിൽ നിസ്കാരം അതാ ആയി കിട്ടും. സൂറത്തും കൂടി ഓതുകയാണെങ്കിൽ നിസ്കാരം ഖളാ ആയി പോകും. സമയം കുറവാണ്, സൂറത്തും കൂടി ഓതുക നിസ്കാരം ഖളാ ആയി പോകും. അതേപോലെ തന്നെ റുക്കുവിൽ ഒരു 3 തസ്ബീഹ് ചൊല്ലിയാല് നിസ്കാരം ഖളാ ആയി പോകും. ചുരുക്കത്തിൽ സുന്നത്തുകൾ എടുത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ഖളാ ആകും. സുന്നത്തുകൾ ഒഴിവാക്കി നിസ്കരിക്കുമ്പോൾ നിസ്കാരം അതാ ആയി കിട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സുന്നത്ത് ഒഴിവാക്കണോ വേണ്ടത്? അതല്ല, സുന്നത്തുകൾ എടുത്തിട്ട് നിസ്കാരം ഖളായി പോയിക്കോട്ടെ, എന്നാലും സുന്നത്തുകൾ എടുത്തിട്ട് നിസ്കരിക്കുകയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അവിടെ സുന്നത്തുകൾ എടുത്തിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടതെന്നാണ്. സുന്നത്തുകൾ എടുത്ത് നിസ്കാരം ഖളായി എന്നതുകൊണ്ടിട്ടോ കുറ്റക്കാരനാവൂല. നിസ്കാരം ഖളാക്കൽ കാരണമില്ലാതെ നിസ്കാരം ഖളാക്കാൻ പാടില്ല, കുറ്റക്കാരനായി പോകും. കാരണമില്ലാതെ നിസ്കാരം ഖളാക്കാൻ പാടില്ല. ഇങ്ങനെ നിസ്കാരം ഖളാക്കിയാൽ, ഈ രൂപത്തിൽ നിസ്കാരം ഖളാ ആയാൽ അതുകൊണ്ട് കുറ്റമില്ലെന്നാണ് സുന്നത്തുകൾ എടുത്തിട്ട്. പക്ഷെ സുന്നത്തുകൾ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ സുന്നത്ത് എടുക്കാതെ, സുന്നത്ത് എടുക്കുന്നത് കൂടുതൽ എടുക്കലും ഇല്ലാത്ത എടുക്കലുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരാള് പിന്നെ നിസ്കാരത്തിൽ യാസീനാണ് ഓതാൻ തുടങ്ങി, അപ്പൊ പിന്നെ എങ്ങനെയാലും ഖളായി പോകും. ആ സ്ഥലത്ത് ഇപ്പൊ അയാൾക്ക് ചെറിയ സൂറത്ത് ഓതിയാൽ മതി. അങ്ങനെയാകുമ്പോഴും നിസ്കാരം ഖളായി പോയാലും കുറ്റമൊന്നുമില്ല. ഒരാളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതായി കിട്ടും. യാസീൻ ഓതിയാലോ ഖളാ ആവും. അപ്പൊ അയാൾക്ക് യാസീൻ ഓതിയിട്ട് ഖളാ ആക്കാൻ പറ്റുമോ? പറ്റും, കുറ്റക്കാരനാവൂല. പക്ഷെ അവിടെ അയാൾക്ക് ശ്രേഷ്ഠത ചെറിയൊരു സൂറത്ത് ഓതലാണ്. ചെറിയൊരു സൂറത്ത് ഓതിയിട്ട്, അപ്പൊ ചെറിയ സൂറത്ത് ഓതുമ്പോൾ ഓതിയ കൂലിയും കിട്ടി, നിസ്കാരം അതാ ആവും ചെയ്ത്, രണ്ടും ആയല്ലോ. ഇനി മനഃപൂർവ്വം ഒരാൾ യാസീൻ ഓതി ഖളാ ആയിക്കോട്ടെ, യാസീൻ കൊണ്ട് ഓതി കഴിഞ്ഞാൽ അതുകൊണ്ട് ഖളാ ആക്കിയ കുറ്റം അവിടെ ഉണ്ടാവില്ല. കാരണം സുന്നത്ത് എടുത്തിട്ടാണ് ഖളാ ആക്കുന്നത്. എത്ര വലിയ സൂറത്ത് ഓതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ സാധാരണ ഇങ്ങനെ കൺഫ്യൂഷൻ വരാറുണ്ട്. സുന്നത്തുകൾ എടുത്തിട്ട് ആവുമ്പോൾ നിസ്കാരം ഖളാ ആയി പോകും, സുന്നത്തുകൾ എടുക്കാതെ സുന്നത്തുകൾ ഒഴിവാക്കിയാൽ നിസ്കാരം അതാ ആകും. അങ്ങനെ വന്നാൽ സുന്നത്തുകൾ ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് സുന്നത്ത് എടുത്തിട്ട്
നിസ്കാരം ഖളാ ആയി പോയിരുന്നാലും അവിടെ കുറ്റക്കാരനാവൂല. അപ്പൊ നിയ്യത്ത് ചെയ്യുമ്പോ എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരം എനിക്ക് അതാ ആയി കിട്ടുമെന്ന് അവൻ വിചാരിക്കുന്നിടത്തൊക്കെ അതായത് നിയ്യത്ത് ചെയ്യണം. നിസ്കാരം അതാ ആയി കിട്ടുമ്പോ എനിക്ക് നിസ്കാരം ഏതായി കിട്ടുന്നുണ്ട്, അതായി കിട്ടുമെന്ന വിശ്വാസത്തിൽ നിസ്കരിക്കുമ്പോ ഓന് നിസ്കാരത്തിൽ ഇതിന്റെ നിയ്യത്ത് ചെയ്യണം, അതായതിന്റെ നിയ്യത്ത് ചെയ്യണം. ഇനി അത് ഖളായി പോയാലും കുഴപ്പമില്ല. തുടക്കത്തിൽ അതാ ആണെന്ന് വിചാരിച്ചു, പിന്നെ നിസ്കാരം ഏതായി പോയി, ഖളാ ആയി പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നിസ്കാരം എനിക്ക് അതാ ആയി കിട്ടൂല, ഖളാ ആയിട്ട് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഖളാന്റെ നിയ്യത്ത് ചെയ്ത് ഓനക്ക് ഏത് കിട്ടിയാലോ, അതാ ആയി കിട്ടിയാലോ അവിടെയും കുഴപ്പമില്ല. പിന്നെ നിയ്യത്ത് ഇടക്ക് വെച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് വെച്ച് നിയ്യത്തിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പല വിധേനയുള്ള രോഗങ്ങൾ കൊണ്ടും വിഷമിക്കുന്നുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. റഹ്മുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിച്ച് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായി പനി പിടിച്ചിട്ടും മറ്റുമൊക്കെ ധാരാളം ആളുകൾ വീടുകളിലും ആശുപത്രികളിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ബലാവും മുസീബത്തും നമ്മളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അള്ളാഹു തട്ടിമാറ്റി റാഹത്ത് നൽകുമാറാകട്ടെ. കുട്ടികൾക്കൊക്കെ അള്ളാഹു നല്ല റാഹത്തുള്ള ബർക്കത്തുള്ള ജോലി നൽകി അവരൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. എല്ലാവിധ വടക്ക് ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും മക്കളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളൊക്കെ അള്ളാഹു പ്രകാശമുള്ള സന്തോഷമുള്ള വീടുകളാക്കുമാറാകട്ടെ. നമ്മുടെയും മക്കളുടെയും ഒക്കെ കുടുംബജീവിതം അള്ളാഹു റാഹത്തിലും അള്ളാഹിന്റെ പൊരുത്തത്തിലും ആക്കുമാറാകട്ടെ. എല്ലാ കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ മാർഗങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിലായി ആഫിയത്തോടെ സിഹത്തോടുകൂടെ അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിച്ചുപോയ നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.